നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടത് കേരളത്തിൽ നടന്ന സംഭവമല്ല, അത്യാവശ്യം വൈറലായ ഒരു സംഭവമാണ്. അതായത് ഭാര്യ ഭർത്താവിനെ ദിവസവും തല്ലും. നമുക്ക് തോന്നുമ്പോഴൊക്കെ തല്ലും. തല്ലുന്നത് എങ്ങനെ? കാരണക്കുറ്റി അടിച്ച് പോയിക്കുമെന്ന് മാത്രമല്ല, അയാളെ ബെഡിലേക്ക് തള്ളി ഇട്ട് വയറ്റത്ത് കയറിയിരുന്ന് മലർത്തി കിടത്തി വയറ്റത്ത് കയറി ഇരുന്നിട്ട് തലങ്ങും വിലങ്ങും തല്ലും. ഇത് മിക്കപ്പോഴും ഉണ്ട്. പക്ഷെ ആ സാധുവിന് കേസ് കൊടുക്കാൻ പറ്റൂല. കാരണം നമ്മുടെ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥിതി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അനുകൂലമാണ്. ഈ പെണ്ണ് ഇതിനു മുമ്പ് ഭർത്താവിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൗണ്ടർ കേസായിട്ട് മാത്രമേ പോലീസുകാർ അല്ലെങ്കിൽ ആരായാലും നോക്കുള്ളൂ. അങ്ങനെ ഇത് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആ ചങ്ങായി ഒരു ഒളി ക്യാമറ വെച്ചു. റെക്കോർഡ് ആകണമല്ലോ, താനെ പീഡിപ്പിക്കപ്പെടുന്ന ഇതൊന്ന് ജനം അറിയണമല്ലോ. എവിടെ വെച്ചാണ് അടിക്കുന്നത് അറിയാത്തതുകൊണ്ട് വീടിന്റെ എല്ലാ ഭാഗങ്ങളിലും അയാൾ കുറച്ച് കാശ് മുടക്കി ക്യാമറ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. അയാളുടെ ഭാഗ്യത്തിനോ അവരുടെ കഷ്ടകാലത്തിനോ ഏതായാലും ആ ക്യാമറ വെച്ചതിന്റെ അന്നും വൈകുന്നേരം ആയപ്പോ എടുത്തിട്ട് ചാമ്പി, നല്ലവണ്ണം ചാമ്പി. ആ ചാമ്പിയ വീഡിയോ ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ആ വീഡിയോ എനിക്കിതിൽ കാണിക്കാൻ കഴിയണില്ല. ഞാനതിന്റെ ചിത്രം ഒന്ന് പ്രദർശിപ്പിക്കാൻ നോക്കി, വീഡിയോ പ്രദർശിപ്പിക്കാൻ നോക്കി, പലതും ചെയ്യാൻ നോക്കി. പക്ഷെ ഒരു രക്ഷയില്ല. എന്തിട്ടിട്ടും ആ ചുമല ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി. അത് അത്രത്തോളം വൈറലായതുകൊണ്ട് നമ്മുടെ ജെമിനി ചേച്ചിക്കും ഗൂഗിൾ ചേച്ചിക്കും യൂട്യൂബ് ചേച്ചിക്കും അമ്മച്ചിക്കും ഒക്കെ കൃത്യമായിട്ട് അതെല്ലാം അറിയാമെന്ന്. അതുകൊണ്ട് ആ ദൃശ്യം വേണ്ട, ഞാനിതിങ്ങനെ പറയാമെന്ന് കരുതി. ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥിതി എന്ന് പറയുന്നത് അവർ പ്രത്യക്ഷമായി കാണുന്നു എന്ന് ഭാവിക്കുന്നതിനും, കാണുന്നു എന്ന് ഭാവിക്കുന്നതിനും എഴുതി കൊടുക്കുന്ന പെണ്ണുങ്ങൾ എഴുതി കൊടുക്കുന്ന, ആണുങ്ങൾ എഴുതി കൊടുക്കുന്നതല്ല, പെണ്ണുങ്ങൾ എഴുതി കൊടുക്കുന്ന പരാതിയും മാത്രമാണ്. അത് മാത്രമാണ് നീതി. അതിന്റെ അപ്പുറത്ത് അനുഭവിക്കുന്ന കാര്യമൊന്നുമില്ല. ഇവിടെ വൈകുന്നേരം ഇതിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ, അങ്ങനെ കരുതരുത്. എന്റെ വീഡിയോ ഒരുപാട് അമ്മമാരൊക്കെയാണ് കാണുന്നത്. ഞാനൊരു കൗൺസിലർ കൂടിയാണ്, ഒരു ഫാമിലി കൗൺസിലർ കൂടിയാണ്. എന്റെ മുന്നിൽ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. ആ കേസുകളുടെ അനുഭവം കൂടെ ഇവിടെയുണ്ട്. അതിന്റെ വെളിച്ചത്തൂടെ പറയാണ്. എന്തെങ്കിലുമൊക്കെ തെമ്മാടിത്തരങ്ങൾ പെണ്ണുങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ആ കാണിച്ചത് മറച്ചു വെക്കുന്നത് ആണുങ്ങളെ മണ്ടേ കുതിര കയറിയിട്ടാണ്. നേരെ മറിച്ച് ആണുങ്ങൾ അമ്മാതിരി എന്തെങ്കിലും തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ മണ്ടേ കുതിര കയറല്ല ചെയ്യേണ്ടത്. അതിന്റെ ആവശ്യം വരില്ല. ആ കുടുംബം തകർന്നോളൂ. രണ്ടും രണ്ട് പാർട്സ് ആയിക്കോളും. അതേ ഉണ്ടാകുള്ളൂ. കാര്യം ആ പെണ്ണ് ഒരിക്കലും സഹിക്കൂല. അവന് അവളെ തട്ടിയിട്ടിട്ട് പോകും. എന്നാൽ പെണ്ണ് എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ആണിനെ തട്ടിയിട്ടിട്ട് പോണ പരിപാടിയൊന്നുമില്ല. ആണ് പിന്നീട് ബഹുഭൂരിപക്ഷം കേസുകളും അവളുടെ അടിമയായിട്ട് കിടക്കേണ്ട സാഹചര്യം വരും. അല്ലെങ്കിൽ അവൾ കൊണ്ടു കൊടുക്കുന്ന പീഡന കേസിലോ മറ്റേ പോക്സോ കേസിലോ മറ്റേതെങ്കിലും കേസിലോ കുടുങ്ങി ബാക്കിയുള്ള കാലം നരകിച്ച് കഴിയേണ്ടിയും വരും. ഇതാണ് വസ്തുത. ഇങ്ങനെ ഒരു കേസും ആ സാധുവിന് കിട്ടി. അങ്ങനെയാണ് അയാള് ക്യാമറ അവിടെ ഇവിടേക്ക് ക്യാമറ ഫിറ്റ് ചെയ്തത്. അതിലൊരു റൂമില് അടിച്ച്, അത് ഏറ്റവും രസം എന്തെന്നറിയോ, ഈ തല്ലും പിടിയൊക്കെ നടക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ബാക്കിയുള്ള ബന്ധുക്കളും ബാക്കിയുള്ളവരൊക്കെ പരിസരത്തുണ്ട്. ഏതായാലും ഈ ചിത്രങ്ങളും ഇതെല്ലാം കൂടി കൊണ്ട് തന്നെ ആക്രമിക്കുന്ന മറ്റു കാര്യങ്ങൾ തെളിവ് സഹിതം ആ യുവാവ് കോടതിയിലേക്ക് പോയി. ഇപ്പൊ ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുത്തു എന്നൊക്കെയാണ് ആ വീഡിയോയുടെ ബാക്കി പത്രമായി നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഞാനിതിവിടെ പറയുന്നത്, നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ മാറേണ്ട കാലം അതിക്രമിച്ചു എന്നാണ്. എന്റെ ചില സുഹൃത്തുക്കൾ യൂറോപ്പിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാനൊരു പഴയകാല ബ്ലോഗർ ആയിരുന്നുണ്ട്. ബ്ലോഗർ അല്ല കേട്ടോ, ബ്ലോഗർ. ഈ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ള സോഷ്യൽ മീഡിയയാണ് ബ്ലോഗ് സ്പോട്ട് എന്ന് പറയും. ഇന്നും അതുണ്ട്. kottoti.blogspot.com എന്നാണ് എന്റെ ആ ബ്ലോഗിന്റെ പേര്. ഞാനത് എഴുതാറുണ്ട്, വായിക്കാറുമുണ്ട്. മാത്രമല്ല മലയാളത്തിൽ ആകെ ഒരൊറ്റ ഡയറക്ടറിയേ ഉള്ളൂ, കേരള ബ്ലോഗേഴ്സ് ഡയറക്ടറി. അത് ഞാൻ ഇപ്പോഴും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ പേരിലാതുള്ളത്. അതുപോലെ ഈ സ്കൂളുണ്ട്, ഈ പള്ളിക്കൂടം സ്കൂളുകളുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ നമുക്ക് അറിയാം എങ്ങനെയാണെന്നുള്ളത്. ആ അന്നത്തെ കാലത്ത് ബ്ലോഗേഴ്സ് മീറ്റും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന കാലത്തെ തന്നെ പരിചയമുള്ള കുറെ സുഹൃത്തുക്കൾ, അന്നത്തെ പഴയകാല സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളൊക്കെ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. അവരുടെ അറിവ്, അവർ പറഞ്ഞു തന്ന അറിവ് വെച്ച് നോക്കുമ്പോൾ അവിടെ ഇപ്പൊ ഇവിടെ നമുക്കറിയാലോ, ഹോസ്റ്റലുകൾ ആണിന് വേറെ പെണ്ണിന് വേറെ. അവിടെ അതങ്ങനെയൊന്നുമില്ല. ഒരാൺ പെൺ സൗഹൃദമോ ഒരു ഒരുമിച്ച് താമസിക്കുന്ന ഒരു തേങ്ങാപ്പിണ്ണാക്കും ഇല്ല എന്നുള്ളൊരു രീതിയുണ്ട്. അപ്പോൾ അത്ര സില്ലി ആയിട്ടാണ് കാണുന്നത്. അവിടെ ഉള്ളവർക്ക് അതൊരു പ്രശ്നവുമല്ല. അതുകൊണ്ട് തന്നെ അവിടെ അത്തരത്തിലുള്ള ഒരു വിഷയവുമില്ല. പക്ഷെ ഇവിടെ അതല്ലാത്തത് കൊണ്ടാണ് ഈ മൂന്നാം ലോക യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവനവരുടെ ഇഷ്ടത്തിന് പോകുന്നവർക്കോ ഡയറ്റിനോ മറ്റു കാര്യങ്ങളോ ഒന്നും പോകാൻ പരിപാടിയൊന്നും നടക്കൂല, അല്ലേ? നമ്മളൊക്കെ ഏകപത്നി വ്രതവും ഏകഭർത്തൃ വ്രതവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ നിയമ സംവിധാനം അനുസരിച്ച് സ്ത്രീകൾക്ക് തന്നെയാണ് മുൻതൂക്കം. അല്ലാതെ പുരുഷനും സ്ത്രീയും, നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന പോലെ സമഭാവനയും സമത്വം ഒന്നും ഇവിടെ ഇല്ല. ജെൻഡർ ഈക്വാലിറ്റി ഒന്നും ഇവിടെ ഇല്ല. ഒരു ഹോസ്റ്റൽ ഒരുമിച്ച് നടത്താനോ അല്ലെങ്കിൽ നിയമം പോലും അവർക്ക് ഒരുപോലെ അല്ല, അല്ലേ? ഒരു സ്ത്രീ തെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവളുടെ മുഖം മറച്ചു പിടിക്കപ്പെടും. ഒരു പുരുഷൻ തെറ്റ് ചെയ്യണ്ട, ആരോപിച്ചാൽ മതി.
അവന്റെ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങി ഇങ്ങനെ ഇരിക്കും, ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ തിളക്കി വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ആ ഒരു അവസ്ഥയെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷെ അമ്മച്ചി ഗൂഗിള് യൂട്യൂബ് അമ്മച്ചി സമ്മതിക്കാത്തത് കൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിയമം മാറണ്ടേ? കാലഹരണപ്പെട്ട കുറെ നിയമങ്ങൾ, ജാമ്പവാന്റെ കാലത്തെ കുറെ നിയമങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോ ആ IPC ഒക്കെ മാറിയിട്ട് ഭാരതീയ ന്യായ സംഹിതയൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, നല്ലത്. പക്ഷെ പഴയ വീഞ്ഞെടുത്ത് പുതിയ കുപ്പിയിൽ വെച്ചു, അല്ലെങ്കിൽ ചില കുപ്പികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു എന്നതിലുപരി എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്? നിയമം മാറണം. ഇവിടെ വ്യാജ കേസുകൾ, കള്ളക്കേസുകൾ ഉണ്ടാവാൻ പാടില്ല. കള്ളക്കേസാണ് എന്ന് തെളിഞ്ഞാൽ, കുറ്റം തെളിയാതിരിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരാളെ ഒരു കേസിൽ പെടുത്തി കഴിഞ്ഞാൽ അയാൾ കുറ്റക്കാരനല്ല എന്ന് തെളിയണമെന്നുള്ള അയാൾ വെറുതെ വിടട്ടെ, ഓക്കെ. പക്ഷെ ഒരാൾ മനഃപൂർവ്വം ഒരാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് കെട്ടിച്ചമച്ചിട്ടുള്ള വ്യാജ കേസാണ് എന്ന് തെളിഞ്ഞാൽ, ആ കുറ്റം തെളിഞ്ഞാൽ ആ പ്രതി ചേർക്കപ്പെട്ട സാധുവിന്, അത് ആണായാലും പെണ്ണായാലും എന്താണോ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ളത് ആ ശിക്ഷ അവിടെ കള്ളക്കേസ് കൊടുത്തിട്ടുള്ള, വ്യാജ കേസ് കൊടുത്തിട്ടുള്ള ആൾക്കും അതിന് കൂട്ടുനിന്നവർക്കും കിട്ടും എന്നുകൂടി എഴുതി വെക്കണം. അത് നടപ്പിലാക്കാൻ വേണം. അത് പറ്റും. അത് ചെയ്യാത്തിടത്തോളം ഇവിടുത്തെ ന്യായം എന്ന് പറയുന്നത് അന്യായം തന്നെയാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ നമ്മൾ എഴുതുന്നത്, ഒരു പരാതി കൊടുക്കുമ്പോൾ ഇന്ന ആള് ബോധിപ്പിക്കുന്ന ന്യായമാണെന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ എങ്കിലും അന്യായം എന്നേ പറയുള്ളൂ, അവിടെ എഴുതി വെക്കോളൂ, അല്ലേ? അന്യായമാണ് എഴുതി വെക്കുന്നത്, നമ്മൾ പറയുന്ന ന്യായമാണ്. ഏതായാലും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ ഇല്ല, നിങ്ങളൊന്ന് പറയും. നിയമം മാറണ്ടേ? ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമ്മൾ ജനങ്ങൾ, നമ്മുടെ ഇപ്പൊ നരേന്ദ്രമോദി ആയാലും പിണറായി വിജയൻ ആയാലും, ഇനി നാളെ വരാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന VD സതീശനായാലും, ഇനി കേന്ദ്രത്തിൽ വേറെ ഏതെങ്കിലും സർക്കാർ വന്നാലും, ആര് വന്നാലും ഇതിനൊന്നും സർക്കാർ തലത്തിലൊരു മാറ്റം വരുത്തുമെന്ന് നിങ്ങൾ കരുതണ്ട. പക്ഷെ ഒരു വലിയ ജനകീയ ആവശ്യം, ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായി കഴിഞ്ഞാൽ സർക്കാർ മാറി ചിന്തിക്കാൻ തുടങ്ങും. ഇന്ന് ഒരു നിവൃത്തിയില്ല. വ്യാജ കേസുകൾ, അത് ആണിനും അതെ പെണ്ണിനും അതെ. ആണുങ്ങൾ കുറച്ച് കൂടുതൽ അനുഭവിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, പെണ്ണുങ്ങൾക്ക് ഉണ്ട് കുറച്ചൊക്കെ കേസുകൾ, കള്ളക്കേസുകൾ വരുന്നുണ്ട്. ഒഴിഞ്ഞു പോകാത്ത തൊല്ലയാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കണ്ട് അവളെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. വ്യാജ പോക്സോ കേസിൽപ്പെട്ട സ്ത്രീകളെ ഞാനും കണ്ടിട്ടുണ്ട്. കോഴിക്കോട് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ ഒരു ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോൾ, അവിടെ 4th ഫ്ലോറിൽ നിന്ന് ചെന്ന സമയത്ത് അവിടെ 2 പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട്. അതിലൊരു പെൺകുട്ടി എന്നെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു, എന്റെ വീഡിയോ കാണുന്ന ആളാണ്, എൻ്റെ അടുത്ത് വന്നു. അവരുടെ കഥ ഒരു ഷോർട്ട് സ്റ്റോറി ഒരു 3-4 മിനിറ്റ് പറഞ്ഞു. ഞാൻ അന്തം വിട്ടുപോയി. ആ കേസ് എങ്ങനെ വന്നത്? പോക്സോ കേസാണ്. ഒരു പാവപ്പെട്ട പെണ്ണിനെ ഒരു പോക്സോ കേസിൽ പെടുത്തിയിട്ടേക്കണം. പറഞ്ഞു വന്നപ്പോൾ ആ കേസ് എനിക്ക് അറിയാവുന്ന കേസാണ്. അത് വ്യാജ കേസാണെന്ന് എനിക്ക് അന്ന് തോന്നിയതുമാണ്. അപ്പൊ ഇത്തരത്തിൽ ആണുങ്ങൾ മാത്രമല്ല കള്ളക്കേസിൽ, പോക്സോ കേസിൽ, മറ്റു കേസിലൊന്നും കൊടുക്കുന്നത്, ഈ പെണ്ണു കേസിലൊക്കെ കൊടുക്കുന്നത്. പെണ്ണുങ്ങളെ ആണ് കേസിലും അല്ലാതെയും കൊടുക്കുന്ന അപൂർവമായ കേസുകളും ഈ പോക്സോ കേസിൽ കൊടുക്കുന്ന ഒരു സാധാരണ കേസുകളും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ആണുങ്ങൾ മാത്രമാണ് ഇര എന്ന് ഞാൻ പറയുന്നതിൽ കാര്യമാക്കി എടുക്കരുത്. പക്ഷെ എന്തായാലും ഇതിന് ഒരു മറുമരുന്ന് വേണം. ഇത്തരത്തിലുള്ള വ്യാജ കേസുകൾ, അത് പോക്സോ, അതുപോലെ സ്ത്രീപീഡന കേസുകൾ പ്രത്യേകിച്ചും, ബാക്കിയുള്ളതൊക്കെ ഓക്കെ. ഏത് കേസായാലും ഒരു കേസ് കൊടുക്കുമ്പോൾ ആ കേസ് കൊടുക്കുന്നത് കള്ളക്കേസാണ് എന്നുണ്ടെങ്കിൽ അതിൽ പെടുന്ന ആ പ്രതിക്ക് എന്താണ്, പ്രതി ചേർക്കപ്പെടുന്ന ആളിന് എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടോ ആ നഷ്ടങ്ങൾ, അയാൾ നിരപരാധിയാണ്, വ്യാജ കേസ് ചമച്ച് അയാളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണ് എന്ന് തെളിഞ്ഞാൽ അയാൾക്ക്, ആ പ്രതി ചേർക്കപ്പെട്ടത് ആണായാലും പെണ്ണായാലും, അയാൾക്ക് എന്തൊക്കെ നഷ്ടം എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ആ നഷ്ടം നികത്താനുള്ള സകലതും ആ കള്ളക്കേസ് കൊടുത്തിട്ടുള്ളവരും അതിന് കൂട്ടുനിന്നവരിൽ നിന്ന് ഈടാക്കുകയും അയാൾക്ക് എന്തെങ്കിലും ശിക്ഷ, തടവ് ശിക്ഷ അടക്കമുള്ള എന്തെങ്കിലും ശിക്ഷകൾ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ, ആ കുറ്റം തെളിയിക്കപ്പെട്ടാൽ കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയുണ്ടല്ലോ, തെളിയിക്കപ്പെട്ടാൽ കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ, അതെങ്കിലും നിർബന്ധമായിട്ട് അനുഭവിക്കുകയും ചെയ്യും എന്നുള്ള ഒരു കണ്ടീഷൻ എഴുതി ചേർക്കാത്തിടത്തോളം കാലം ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ, എഴുതി വെക്കപ്പെട്ട നിയമങ്ങൾ നീതീകരിക്കപ്പെട്ടതല്ല എന്ന് തന്നെ പറയേണ്ടി വരും. Different angles. Don't forget to subscribe and support this channel.